അപ്പം നമുക്ക് ഇപ്രാവശ്യം ഒരു ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു മാഗസീൻ ചെയ്യാമേ. ഞാൻ പറഞ്ഞായിരുന്നോ? ഇല്ല. ഓക്കെ. അപ്പോൾ ഇതിനെ ഞാനൊരു ഇഞ്ചസിലോട്ട് കൺവേർട്ട് ചെയ്തു. 8.5/11 ഓറിയൻറ്റേഷൻ മാറ്റി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇപ്പോൾ പേജസിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പേജസിൻ്റെ കാര്യം? പേജസിൻ്റെ പാരൻറ്റും അങ്ങനെ സബ് പാരൻറ്റുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കൺട്രോൾ മൈനസ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് എക്സ്ട്രാ പേജ് വരും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഇതിനെ ഡിലീറ്റ് ചെയ്തു. ഓക്കെ. ഇവിടെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ഇത് മാത്രം മതിയാവും. ഓക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു കളർ കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് ഒരു കളർ അതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ W അടിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം അത്രയും കട്ടായി പോവുള്ളൂ. ഓക്കെ. ഫോട്ടോഷോപ്പിലാണെങ്കിൽ എങ്ങനെയാണ് വലിച്ചു വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. കോറൽ ഡ്രോയിലാണെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ടിക്ക് കൊടുക്കുക ഔട്ട് ഏരിയ കട്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണുള്ളത്? പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താണുള്ളത്? ഏതിലാണ്? ഇല്ലുസ്ട്രേറ്ററിലാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല. W അടിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് W അടിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കാണാതെയാവും. ഈ ഒരു ഇതുണ്ടോ ഒരു വര, ഈ വരയ്ക്കകത്ത് തന്നെ ഇട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പുറത്തിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്ത് സ്റ്റോക്ക് ലൈബ്രറി ഉണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ മാഗസീൻ ഇതുണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡിസൈൻ ചെയ്യാം. കണ്ടോ ഒരുപാട് പേജസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു പേജ് ഉണ്ടോ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്? ജസ്റ്റ് വരച്ചു, ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തു, ആ മിഡ് പോയിൻറ്റിൻ്റെ അകത്ത് കണ്ടോ വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ് ചെയ്തിരിക്കുന്നതെല്ലാം. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓക്കെ ഫസ്റ്റ് പേജ് എടുത്തിട്ട് നമുക്ക് എഡിറ്റിൻ്റെ അകത്ത് ഫയലിൻ്റെ അകത്ത് ഡോക്യുമെൻ്റ് സെറ്റപ്പ് എടുക്കുക. നമ്പർ ഓഫ് പേജസ് 16 ആണ്. കണ്ടോ ഇപ്പോൾ 16 ആണ്. ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും എന്ന് പറഞ്ഞാൽ 8.5/11 ആണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഞാനിതിനെ വെച്ചിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ബാക്കിയുള്ള പേജെല്ലാം ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ. ഡിലീറ്റ്. ഓക്കെ. ആ പേജൊന്നും നമുക്ക് വേണ്ട. ഇത്രയും പേജസ് നമുക്ക് വേണ്ട. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് എല്ലാ പേജും സെലക്ട് ചെയ്തു. ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്ത് ആ പേജിലോട്ട് ചാടും. കണ്ടോ വീണ്ടും 1 2 3 ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി നല്ലതെന്ന് പറഞ്ഞാൽ ആ ഒരു മൂന്നാമത്തെ പേജാണ് ഡിലീറ്റ് ചെയ്തത്. ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ എടുത്തു. ഓക്കെ. അപ്പോൾ ഈ ഒരു പേജിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ആ കളർ ടോണൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്കൊരു ആനിമേഷൻ്റെ മാഗസിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാനിപ്പം ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യണേ അനിമേഷൻ. ഓക്കെ. അത് ഭയങ്കര വലുതാണ്. അപ്പോൾ വിൻഡോയ്ക്കകത്ത് വർക്ക് സ്പേസിൻ്റെ അകത്ത് ഏതാണ് എസെൻഷ്യൽ ക്ലാസിക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. 233. അതേപോലെ ഇതും നമുക്ക് കുറയ്ക്കാം. അല്ലെങ്കിൽ ഇതിനൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയതായിട്ട് എൻ്റർ ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ടൈപ്പ് ടൂൾ വയ്ക്കുന്നു, സെലക്ട് ചെയ്തിട്ട് ഇതിനങ്ങ് ഡിലീറ്റ് ചെയ്യുക. ഒരു ഫ്രെയിം ഉണ്ട്, ആ ഫ്രെയിമിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഈ ഒരു വര അങ്ങനെ ഇരുന്നോട്ടെ. ഓക്കെ. ആനിമേഷൻ ടൈപ്പ് ചെയ്യണേ. കുഴപ്പമില്ല. MATION സെലക്ട് ചെയ്യുക. നമ്മളിതിനെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ അഥവാ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റ് അത് ഫിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇതുണ്ടല്ലോ, ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞതാണ്. ഫിറ്റ് ഫ്രെയിം ടു കണ്ടൻറ്റ്. കണ്ടോ? ഫിറ്റ് ഫ്രെയിം ടു കണ്ടൻറ്റ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഫിറ്റ് ആവും. ഷിഫ്റ്റ് ഓൾട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ
വീണ്ടും ഡ്രാഗ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഞാനിപ്പോൾ തൽക്കാലം ഇതിൻ്റെ അകത്തൊരു വൈറ്റ് കളർ കൊടുക്കുകയാണേ, വൈറ്റ് കളർ. ഓക്കെ, ഞാൻ അത് കൺഫേം ആക്കുകയാണ്. എനിക്കിനി ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും എഡിറ്റ് ചെയ്യാനില്ല. ഇതാണ് എൻ്റെ ഫൈനൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ അകത്ത് പോവുക, ടൈപ്പിൻ്റെ അകത്ത് പോവുക, ക്രിയേറ്റ് ഔട്ട്ലൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ ഒബ്ജക്റ്റ് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടെക്സ്റ്റിനെ ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇനി ഒരു എഡിറ്റിംഗ് പരിപാടികളൊന്നും നടക്കില്ല. ഓക്കെ, ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇതിനെ മൂവ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് വെച്ചു. ഓക്കെ, ഷിഫ്റ്റും ഓൾട്ടും ഹോൾഡ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് വെച്ചു. ഓക്കെ, അതിനങ്ങ് ഡിലീറ്റ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് മുകളിൽ വയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഞാനതിൻ്റെ വേറൊരു ടെക്സ്റ്റ് ടൂളും കൂടെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. പുറത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ W അടിച്ച് വെച്ചാൽ അത് ഇങ്ങനെ ഇരിക്കും, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം. കാരണം ഇത് അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് കളയാം. അതിൻ്റെ അകത്ത് വിൻഡോയ്ക്കകത്ത് നമുക്ക് വ്യൂവിൻ്റെ അകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടോ. ലോക്കൽ ഗൈഡും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ആക്റ്റീവായി കിടക്കുകയാണ്. സ്നാപ്പ് ടു ഗ്രിഡ്, സ്മാർട്ട് ഗൈഡ്സും ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഓഫ് ചെയ്യാം. റൂളേഴ്സ് ഓഫ് ചെയ്യാം. വ്യൂവിൻ്റെ അകത്ത് ഹൈഡ് റൂളേഴ്സ് ആണെങ്കിൽ ഹൈഡ് റൂളേഴ്സ് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് W ആണ് നമ്മുടെ മെയിൻ സംഭവം. Wയിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വെച്ച് ട്വീക്ക് ചെയ്താലും കുഴപ്പമില്ല. ഇതെല്ലാം ഓരോരോ സെപ്പറേറ്റ് എന്താണ് സെപ്പറേറ്റ് ഫ്രെയിംസ് ആണ് എല്ലാം. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം W തന്നെ അടിക്കുകയാണ്. W അടിച്ചിട്ട് നമുക്കിതിൻ്റെ അകത്ത് അടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്തിട്ട് ഇവിടെ എടുത്ത് വെച്ചു. സ്വല്പം ഒന്ന് വലുതാക്കി. ഇതിനകത്ത് എക്സ്ട്രാ കണ്ടൻറ്റ് എന്തെങ്കിലും ഉണ്ട്, ഇവിടെ സെലക്ട് ചെയ്യുക, ഇത്രയും ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സെലക്ട് ചെയ്യുക. എന്ത് കൊടുക്കാം, ഇതിൻ്റെ അകത്ത് ഫിറ്റ് ഫ്രെയിം ടു കണ്ടൻറ്റ് കൊടുക്കുക. അതിൽ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. അതിലും നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ അലൈൻമെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഏതിലായിരിക്കും അലൈൻ ആവുന്നത്, അലൈൻമെൻറ്റ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഏതിലായിരിക്കും ഇതിൻ്റെ അലൈൻമെൻറ്റ് വർക്ക് ചെയ്യുന്നത്, ഈ ഫ്രെയിമിൻ്റെ അകത്തായിരിക്കും അലൈൻമെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ടൈപ്പിൻ്റെ അകത്ത് പോവുക, ക്രിയേറ്റ് ഔട്ട്ലൈൻ ആക്കുക. ഇതിനെ സ്വല്പം കൂടെ ഒന്ന് ചെറുതാക്കുക. ഓക്കെ, ഇനി ഇതൊന്നും വേണ്ട, ഞാനതിനെ റിമൂവ് ചെയ്ത് കളയുക. ഈ വര മാത്രം ഇതിൻ്റെ അകത്ത് ഇരുന്നോട്ടെ. ഓക്കെ, ഈ ബാക്കിയുള്ള സംഭവങ്ങളും ഇവിടെ ഇരുന്നോട്ടെ. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു. കണ്ടല്ലോ, ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. ഡൗട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഞാൻ താഴോട്ട് വയ്ക്കുന്നു. ഒരു കോപ്പി എടുത്ത് ഞാൻ മുകളിലേക്ക് വയ്ക്കുന്നു. ഓക്കെ, 1 2 3 മൂന്നും കൂടെ സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് നല്ലതായിട്ട് ചെറുതാക്കി ഇവിടെ വയ്ക്കുന്നു. എന്നിട്ട് ഇത് മൂന്നും വീണ്ടും സെലക്ട് ചെയ്യുക. ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. ഓക്കെ, സ്വല്പം അകലവും കാര്യങ്ങളും എല്ലാം സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കളറ് നമുക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, മൂവ് ചെയ്തിട്ട് ഇത് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ. ഓക്കെ, അങ്ങനെ റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുക. ഫുൾ സെലക്ട് ചെയ്യുക. ലെയറിൽ അതിന് മുന്നേ F7 അടിക്കുക. F7 അടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലെയറിനെ പക്കയായിട്ട് വയ്ക്കുക. അപ്പോൾ ടെക്സ്റ്റ് എവിടെ, ഗ്രാഫിക് എലമെൻ്റ് എവിടെ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഉറപ്പ് വരുത്തുക, എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, 1 2 3 4 5 6. അതിന് മുന്നേ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, ഇതല്ല ബാക്ക്ഗ്രൗണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ലോക്ക് ചെയ്യാം. കണ്ടോ, അത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും. മനസ്സിലായോ? ഇപ്പോൾ ടെക്സ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് ആ ഗ്രാഫിക് എലമെൻ്റ് ഇരിക്കുന്നത് അവിടെ സംഭവം ലോക്കായിരിക്കും. ഓക്കെ, അതിനുശേഷം ഇതിന് 1 2 3 4 5 6. ഓക്കെ, ഇതിനെ സെലക്ട് ചെയ്യുക. ഒബ്ജക്റ്റിൻ്റെ അകത്ത് നമുക്ക്
പാത്തിൻ്റെ അകത്ത് മേക്ക് കോമ്പോണൻ്റ് ഒബ്ജക്റ്റ് കണ്ടോ, മേക്ക് കോമ്പൗണ്ട് ഒബ്ജക്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊരു കോമ്പോണൻ്റ് ഒബ്ജക്റ്റായി. ഫയൽ നമുക്കൊന്ന് പ്ലേസ് ചെയ്യാം. ഡെസ്ക്ടോപ്പിൻ്റെ അകത്ത് നമുക്ക് ഓക്കെ, നമുക്ക് ഡിസ്നിയുടെ ഒരു പിക്ചർ സെലക്ട് ചെയ്തു. അതിങ്ങനെ വന്നിരുന്നു. ഓട്ടോ ഫിറ്റ് അടിക്കുക, ഫിറ്റ് ഫ്രെയിം പ്രൊപ്പോർഷണലി. കണ്ടോ, മനസ്സിലായ സംഭവം പിടികിട്ടിയ? ബാക്ക്ഗ്രൗണ്ട് ഈ കളർ ആയതുകൊണ്ടാണ് ഇത് വന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളർ മാറ്റാം. ഓക്കെ, അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഇപ്പം സ്ട്രോക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ സ്ട്രോക്ക് ആഡ് ചെയ്യാം, ഫില്ല് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഫില്ല് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ മൂവ് ചെയ്തിട്ട് കണ്ടോ, സ്ട്രോക്ക് ബ്ലാക്കിന് പകരം ഞാൻ ഒരു വൈറ്റ് കളറിൽ, സ്ട്രോക്ക് ആണെങ്കിൽ വൈറ്റ് കളറിൽ കൊടുക്കുക. സ്ട്രോക്ക് സെലക്ട് ആയില്ല, സെലക്ട് ചെയ്യുക. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആ ഒരു കളറിലേക്ക് അതിനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഞാൻ ഇങ്ങനെ വെച്ചാൽ ഇത് ഓക്കെ ആണല്ലോ, ഇത്രയും ഓക്കെ ആണ് അല്ലേ? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഡിസ്നിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് എല്ലാം നമുക്കിവിടെ വയ്ക്കാം. വേണമെങ്കിൽ നമുക്കിതിനെ സ്വല്പം കൂടെ ഒന്ന് ചെറുതാക്കാം. ചെറുതാക്കിയിട്ട് ഇതെവിടെ വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. വോൾട്ട് ഒന്നും കൂടെ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഒന്നും കൂടെ ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു പുതിയ ലെയർ എടുക്കാം. ഒരു പുതിയ ലെയർ എടുക്കുക. അതിൻ്റെ അകത്ത് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, കളർ ചിലപ്പോൾ ഒന്നും കാണത്തില്ല. ഇതിനെടുത്തിട്ട് ഇവിടെ വെച്ചു. ഞാനിതിനെ സ്വല്പം ഒന്ന് അലൈൻ ചെയ്തു. അത് സാധാരണ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് അലൈൻ ചെയ്തങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇവിടെ വെച്ചിട്ട് സ്വല്പം ഒന്ന് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഒരു കോപ്പി നമുക്കിനി എടുക്കാൻ പറ്റില്ല, ഇതിൻ്റെ കോപ്പി നമുക്കിനി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒരു കോപ്പി ഞാനിങ്ങനെ എടുത്തു. അതിനൊന്ന് വലുതാക്കി നമുക്ക് സെലക്ട് ചെയ്യുക. കളറ് ബ്ലാക്ക് ആക്കുക. ഇതിൻ്റെ അകത്ത് വാൾട്ട് ഡിസ്നി. ഓക്കെ, സെലക്ട് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് ഏതാണ് ഫോണ്ട് വേണ്ടത്, ഫോണ്ട് ഇതാ ഇവിടെയുണ്ട്. ഇഷ്ടമുള്ള ഫോണ്ടിലേക്ക് നമുക്കതിനെ കൊണ്ടുവരാം. വാൾട്ട് ഡിസ്നി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അലൈൻമെൻറ്റ് കാര്യങ്ങളും എല്ലാം ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞു. കണ്ടോ, അലൈൻമെൻറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ ചെയ്യാൻ വേണമെങ്കിൽ. എന്നിട്ട് ഇത് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ടൈപ്പിൻ്റെ അകത്ത് ക്രിയേറ്റ് ഔട്ട്ലൈൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഞാൻ അതിനെ വലുതാക്കി. സ്വല്പം കൂടെ ചെറുതാക്കാം. റൈറ്റ് ക്ലിക്ക്, അറേഞ്ച്, ബ്രിങ് ഫോർവേഡ്, അറേഞ്ച്. സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിനെ ബാക്കിലാക്കിയാലും മതി. സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ലെയർ ഓപ്പൺ ചെയ്താലും മതി, കുഴപ്പമില്ല. സെലക്ട് ചെയ്തിട്ട് arrange, send backward, right click, arrange, send to back. സെലക്ട് ചെയ്തു. പിന്നെ ഞാൻ സ്വല്പം ഡ്രാഗ് ചെയ്ത് വലുതാക്കി. ഓക്കെ, ഇതൊരു ഇത്രയും ചെയ്തേ. ഇത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ട്വീക്ക് ചെയ്തോണം. ഞാനിതിനെ വേറെ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഇതിനെ വീണ്ടും ഞാൻ ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ താഴെ കൊണ്ടുവച്ചു. ഓക്കെ, എന്നിട്ട് സ്വല്പം കൂടെ ചെറുതാക്കാൻ വേണമെങ്കിൽ. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഈ വിസിറ്റേഴ്സ് ഇവിടെ ഒക്കെ എടുത്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തു. സ്റ്റീവ് ജോബ്സ്. ഓക്കെ, സ്റ്റീവ് ജോബ്സ് എന്ന് ടൈപ്പ് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇത് സ്റ്റീവ് ജോബ്സിന് ഈ ഒരു ഫോണ്ട് ഞാൻ കൊടുത്തു. ഡബിൾ ക്ലിക്ക് ചെയ്തു, സെലക്ട് ചെയ്തു.
കളറ് ബ്ലാക്ക് ആക്കി, എന്നിട്ട് സ്വല്പം കൂടെ ഞാൻ അതിനെ വലുതാക്കി, ഡബിൾ ക്ലിക്ക് ചെയ്ത് വലുതാക്കാം. സെലക്ട് ചെയ്യുക, അതിനെ ഒന്ന് വലുതാക്കുക. ഓക്കെ, ഇതൊരു ഫ്രെയിമാണ്. ഫ്രെയിം ആയതുകൊണ്ട് തന്നെ സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഷിഫ്റ്റ് കൺട്രോൾ ഒ ഔട്ട്ലൈൻ മൂവ് ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ നമ്മൾ മൂവ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇതിനെ സെലക്ട് ചെയ്യുക, സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അലൈൻമെൻറ്റും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് പിടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റീവ് ജോബ്സിൻ്റെ സംഭവമാണ് വയ്ക്കുന്നത്. ഇവിടെ ഞാൻ മൂവ് ചെയ്ത് അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കൃത്യമാക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യുക, ഫയൽ പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് പോളിഗണൽ ടൂൾ എടുക്കാം. ഇങ്ങനെ പോളിഗണൽ ടൂൾ വരച്ചുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ റൈറ്റ് ആരോ അടിച്ചാൽ നോക്കിയേ, കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവും. താഴോട്ട് അടിച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല, ലെഫ്റ്റിൽ അടിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു പോകും. കണ്ടോ, റൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണം വേണോ ക്രിയേറ്റ് ചെയ്യാം. ടോപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കാം. ഡൗൺ ആണെങ്കിൽ ഇങ്ങനെ വരും, ബോട്ടത്തിലാണെങ്കിൽ ബോട്ടത്തിലോട്ട് വരും. സോ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക. ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഏതാണ്, പാത്തിൻ്റെ അകത്ത് മേക്ക് എ കോമ്പോണൻറ്റ് പാത്ത് ആക്കുക. സെലക്ട് ചെയ്യുക, ഫയൽ പ്ലേസ്, ഓക്കെ, സ്റ്റീവ് ജോബ്സിൻ്റെ പടം ഇവിടെ എടുത്ത് വെച്ച് കൊടുത്തു. എന്നിട്ട് ഓട്ടോ ഫിറ്റ് കൊടുത്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്താണ് സ്ട്രോക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രോക്കിൻ്റെ സംഭവം നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു പടമായി ഇവിടെ. ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ടെക്സ്റ്റും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുക. ഇവിടെ സെലക്ട് ചെയ്യുക, വാൾട്ട് ഡിസ്നിയുടെ വിക്കിപീഡിയയ്ക്കകത്ത് കുറച്ച് സംഭവങ്ങളെടുത്ത് ഞാൻ ഇവിടെ വയ്ക്കുകയാണ്. കൺട്രോൾ C, ഇവിടെ സെലക്ട് ചെയ്തു, ഇവിടെ മൂവ് ചെയ്തു, കൺട്രോൾ V. ഓക്കെ, കൺട്രോൾ A അടിക്കുക, അതിൻ്റെ സൈസ് നല്ലോണം കുറയ്ക്കുക. സെലക്ട് ചെയ്യുന്നു, ഒന്നും കൂടെ സെലക്ട് ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്വല്പം കൂടെ ഇതിൻ്റെ അകത്തൊന്ന് അലൈൻമെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ സെലക്ട് ചെയ്യുക, ഇതിൽ കുറച്ച് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അലൈൻമെൻറ്റ് സ്വല്പം കൂടെ അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സൈസ് നമ്മൾ കുറയ്ക്കുക. ഇപ്പോൾ 10 ആണെങ്കിൽ 10 ആയി കൊടുക്കുക. പത്താക്കുക. ഓക്കെ, ഇത്രയും ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തേ, ഇത്രയും ഞാൻ അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇവിടെ സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് ഫോണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫോണ്ട് മാറ്റാം. ഓക്കെ, ഇങ്ങനെ വെച്ചാൽ ഇത് സ്റ്റീവ് ജോബ്സിൻ്റെതാണെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇമെയിലും മെയിലസും ഇതാ ഡ്രാഗ് ചെയ്തിട്ട് ഇതിനെ വേണമെങ്കിൽ നമുക്ക് സ്വല്പം കൂടെ ഇങ്ങോട്ട് മൂവ് ചെയ്യാം. ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യാം, സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് സ്വല്പം ഒന്ന് ചെറുതാക്കാം. ഓക്കെ, ഞാനതിൻ്റെ ഒരു പേജ് ചെയ്തിട്ടുണ്ട്. ഇതാ മനസ്സിലായ? അപ്പോൾ ഇതുപോലെ റെഫറൻസ് എടുത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെഫറൻസ് എടുത്തിട്ട് ചെയ്യുക. അല്ലാതെ വേറെ ഏതെങ്കിലും കളറും അങ്ങനെയുള്ള കാര്യങ്ങളുടെ റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ വേറെ റെഫറൻസ് എടുത്ത് ചെയ്യുക. ഇതിൻ്റെ അകത്തൊന്നുമില്ല, ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, പ്ലേസ് ചെയ്യുക. ഇതിൻ്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയി, വാൾട്ട് ഡിസ്നിയുടെ. ഇത് മനസ്സിലായത് നിങ്ങൾക്ക് എന്താണെന്ന്?